ഏറ്റവും ആദരണീയരായ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, കേരളത്തിൻ്റെ ഗവർണറായി ചുമതലയേറ്റിട്ടുള്ള രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ഒരു സംഘ് പരിവാർ നേതാവ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും രാഷ്ട്രീയ ആഗ്രഹങ്ങളും ഈ രാജ്ഭവനിനകത്തിരുന്ന് കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കിയെടുക്കാമെന്ന ആലോചനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർലേക്കറിന് മുമ്പ് ഈ രാജ്ഭവനകത്തിരുന്ന ഗവർണറുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന്റെയും പ്രധാനപ്പെട്ട താല്പര്യവും ആഗ്രഹവും ഈ രാജ്ഭവന്റെ അകത്തിരുന്ന് RSSന് വേണ്ടി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് VC-മാരെ നിയമിച്ചു കൊടുക്കുക, RSSന് വേണ്ടി കേരളത്തിന്റെ സർവകലാശാലകളിലെ നിയന്ത്രണങ്ങളെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക, RSSന് വേണ്ടി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തെറിയാൻ ശ്രമിക്കുക, RSSന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നാഗ്പൂരിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെയും കേരളത്തിന്റെ സാമൂഹിക മേഖലകളിലേക്കും ഇടപെടുന്ന സംഘികളുടെ താവളമായിട്ട് കേരളത്തിന്റെ രാജ്ഭവനെ മാറ്റാനാണ് ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം രാജേന്ദ്ര ആർലേക്കറും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനോട് സംശയലേശമെന്നെ കേരളത്തിലെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറയാനുള്ളത് RSSന്റെ താല്പര്യവും ശാഖയിലെ ആഗ്രഹങ്ങളും ഈ നാട്ടിലേക്ക് വേണ്ട, ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹം അതിന് അംഗീകരിച്ചു തരില്ല എന്ന് കേരളത്തിന്റെ ഗവർണർ മനസ്സിലാക്കുന്നതല്ല. എന്താ പുതിയ വിവാദങ്ങളുടെ തുടക്കം? കാവിക്കൊടി പിടിച്ചൊരു ഭാരതാംബയെ വെക്കുകയാണ്. കേരളത്തിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന്റെ നിയമസഭാ സാമാജികരായി കേരളത്തിന്റെ മന്ത്രിമാരായി വരുന്നവർ ഈ രാജ്ഭവനിൽ ചടങ്ങിന് പോകുമ്പോൾ ആ ഭാരതാംബയെ തൊഴാൻ വേണ്ടി കേരളത്തിന്റെ ഗവർണർ ആവശ്യപ്പെടുക. ഈ കാവിപ്പൊടി പിടിച്ച ഭാരതാംബയെ മുന്നിൽ വെച്ച് അതിൽ വണങ്ങി നിന്ന് തൊഴുതി നിന്ന് കേരളത്തിന്റെ പൊതു സാംസ്കാരിക പരിപാടികൾ ആലോചിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ആലോചനകൾക്ക് കേരളത്തിന്റെ ഗവർണർ തുടക്കമിടുക. കേരളത്തിന്റെ ഗവർണർ മനസ്സിലാക്കേണ്ടത് ഭാരതാംബ RSSനെന്തോ വലിയ മുതലായിരിക്കും, ഭാരതാംബ ശാഖയിലുള്ളവർക്കെന്തോ വലിയ മുതലായിരിക്കും, ജനാധിപത്യത്തിൽ അതിന് പുല്ലുവിലയില്ല എന്ന് ആർലേക്കർ മനസ്സിലാക്കുന്നതല്ല. അതൊന്നും കേരളത്തിന്റെ മന്ത്രിമാർ, കേരളത്തിന്റെ നിയമസഭാ സാമാജികർ, കേരളത്തിന്റെ പൊതുസമൂഹം അവർക്ക് മുന്നിൽ അങ്ങ് വെച്ച് താഴെ തൊഴുതു നിൽക്കാൻ പറഞ്ഞാൽ കേരളം അംഗീകരിക്കില്ല എന്ന് കേരളത്തിന്റെ ഗവർണർ മനസ്സിലാക്കുന്നതല്ല. ഈ രാജ്ഭവനകത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയ ഭാരതാംബ പിന്നെ കാണുന്നത് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത സെനറ്റാളിൽ. അങ്ങനെയുള്ള ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കകത്ത് പ്രതിഷ്ഠിക്കാൻ കേരളത്തിന്റെ ഗവർണർ ശ്രമിക്കുക. കേരളത്തിന്റെ ഗവർണർ ലേശമെങ്കിലും മുഴുപ്പുണ്ടെങ്കിൽ, ലേശമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ഈ നാടിന്റെ ജനാധിപത്യ ബോധത്തെ, ഈ നാടിന്റെ പ്രതികരണത്തെ തിരിച്ചറിയാനുള്ള ശേഷി കേരളത്തിന്റെ ഗവർണർ കാണിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ രാജ്ഭവനകത്ത് സംരക്ഷിക്കാൻ സാധിക്കാത്ത ഭാരതാംബയെയും പിടിച്ച് എന്തിനാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റാളിലേക്ക് പോയത് എന്ന് ഈ നാടിനോട് വിശദീകരിക്കാൻ രാജേന്ദ്ര ആർലേക്കർ തയ്യാറാവണം എന്ന് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സൂചിപ്പിക്കാനുള്ളത്. ഒരു സംശയവും വേണ്ട, രാജേന്ദ്ര ആർലേക്കർ ഹിന്ദുത്വത്തിന്റെ താല്പര്യങ്ങൾ, RSSന്റെ താല്പര്യങ്ങൾ, അത് ഭാരതാംബയുടെ കാവിക്കൊടി മാത്രമല്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രചാരണങ്ങൾ, പ്രസ്താവനകൾ, അതിന്റെ തുടർച്ചയിൽ കേരളത്തെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട, ആർലേക്കറിന് കേരളത്തിന്റെ തെരുവുകളിലൂടെ സ്വൈര്യമായി സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് കേരള ഗവർണർ മനസ്സിലാക്കുന്നതാണ്. സമരങ്ങൾ രൂക്ഷമാകും. ഈ പോരാട്ടങ്ങൾ അതിശക്തമായ സമരങ്ങളായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് രൂപപ്പെടുത്തും. ഈ പ്രതിഷേധങ്ങളെ, ഈ നാടിന്റെ ജനാധിപത്യ പ്രതിരോധങ്ങളെ ഉൾക്കൊള്ളാൻ കേരളത്തിന്റെ ഗവർണർ സന്നദ്ധമാകണം. അല്ലെങ്കിലും കേരളത്തിന്റെ ഗവർണർ മനസ്സിലാക്കേണ്ടത് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും വഹിച്ചുകൊണ്ടിരിക്കുന്ന പദവിക്കും അനുസരിച്ച് പെരുമാറാൻ കേരളത്തിന്റെ ഗവർണർമാർ മനസ്സിലാക്കണം. കേവലമായ ഒരു ഉത്തരവാദിത്തം, കേവലമായ ഒരു പോസ്റ്റ്, നോമിനേറ്റഡ് പദവി, ആ പദവിക്കനുസരിച്ച് ജനാധിപത്യത്തിൽ ഇടപെടുകയായിരിക്കും കേരളത്തിന്റെ ഗവർണർക്ക് നല്ലത് എന്ന് കേരളത്തിന്റെ ഗവർണർമാർ മനസ്സിലാക്കണം. അല്ലാതെ നോമിനേറ്റഡ് പദവി ജനാധിപത്യത്തിന്റെ മുകളിൽ, ഭരണഘടനയ്ക്ക് മുകളിലൊക്കെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചാൽ അതത്ര നല്ലതായിരിക്കില്ല, അതത്ര സുഖകരമായിരിക്കില്ല എന്ന് കേരളത്തിന്റെ ഗവർണർമാർ തിരിച്ചറിയണം. അത് ആരിഫ് മുഹമ്മദ് ഖാനായാലും അതിനുശേഷം വന്ന രാജേന്ദ്ര ആർലേക്കറായാലും അവരുടെയൊക്കെ ചരിത്രം ഈ നാടിന് നന്നായി അറിയാം. അതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. RSSന്റെ ഗുഡ്ബുക്കിൽ ഇടം പിടിക്കാൻ, കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഗുഡ്ബുക്കിൽ ഇടം പിടിക്കാൻ,
ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ, ഭരണഘടനയെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ ഈ നാട് അംഗീകരിക്കില്ല എന്ന് കേരള ഗവർണർ തിരിച്ചറിയണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പോരാട്ടങ്ങൾ കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികൾ, ഗവർണർ ചാൻസലർ ആയിട്ടുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും, മുഴുവൻ അതിന് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ ക്യാമ്പസുകളിലും ഈ പ്രതിഷേധത്തെ, ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.